നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം എന്നത് ഒരു ജ്യോതിഷ വിഭാഗമാണ്. ഒരാളുടെ ജനന തീയതികൾ അല്ലെങ്കിൽ ജന്മസംഖ്യകൾ വെച്ച് ഒരു വ്യക്തിയുടെ ഭാവിയും ഭാഗ്യനിർഭാഗ്യങ്ങളും വ്യക്തിത്വങ്ങളുമൊക്കെ അറിയാൻ സാധിക്കും. ജനന തീയതി അനുസരിച്ച് ഒരാളുടെ ജീവിതവും ഭാഗ്യവും തൊഴിലും ദാമ്പത്യ ജീവിതവും വ്യത്യാസപ്പെട്ടിരിക്കും. മാസങ്ങൾക്ക് 1 മുതൽ 31 വരെ തീയതികൾ ഉണ്ടെങ്കിലും സംഖ്യാശാസ്ത്രപ്രകാരം 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ഫലം പ്രവചിക്കുന്നത്. 10 മുതൽ മുകളിലോട്ടുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി ഒറ്റസംഖ്യയാക്കി മാറ്റി ഫലം പറയുന്നു. ന്യൂമറോളജി പ്രകാരം 1 ജന്മസംഖ്യയായി വരുന്ന വ്യക്തികളുടെ പൊതുവായ ചില കാര്യങ്ങൾ അറിയാം. ഓരോ മാസവും 11, 10, 28, 19 തീയതികളിൽ ജനിക്കുന്നവരുടെയെല്ലാം ജന്മസംഖ്യ 1 ആണ്. ഇവർ സുഖസൗകര്യങ്ങൾ, ആഡംബരങ്ങൾ എന്നിവ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും. ഒന്നാമതാകുവാനും നേതൃസ്ഥാനത്തേക്ക് വരുവാനാണ് ഇവരുടെ ശ്രദ്ധ. ഇവർ എങ്ങനെയും അത് നേടിയെടുക്കും. ഏത് കാര്യങ്ങളും ഒരു സ്വാർത്ഥത ഇവർക്കുണ്ടായിരിക്കും. ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. എല്ലാ കാര്യവും വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും. ഇവർ വളരെ ആലോചിച്ചേ എല്ലാ കാര്യവും ചെയ്യുകയുള്ളൂ. അതിരുകവിഞ്ഞ വിനയവും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നവരും എതിരാളികളോട് പുറമേ എളിമ കാണിക്കുന്നവരുമായിരിക്കും ഇവർ. കലാകാരന്മാരും ശാസ്ത്രാഭിരുചിയുള്ളവരുമായിരിക്കും ഇവർ. സ്ത്രീകൾ പൗരുഷമുള്ളവരും ശ്രൈണഭാവം കുറഞ്ഞവരുമായിരിക്കും. സൗന്ദര്യമുള്ള എല്ലാ കാര്യവും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അനീതി കണ്ടാൽ ഉടൻ തന്നെ ശക്തമായി പ്രതികരിക്കും. ഗൃഹഭരണത്തിൽ മിടുക്കുള്ളവരും ഭർത്താവിനെ അനുസരിപ്പിക്കുന്നവരായിരിക്കും ഇവർ. കുട്ടികളെ അടക്കത്തോടെ വളർത്താൻ ശ്രദ്ധിക്കുന്നവരാണ്. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഇതിൽ 10-ാം തീയതി ജനിച്ചവർ എല്ലാവരോടും സൗഹൃദത്തോടെ ഇടപെടുന്നവരും എതിരാളികളെ പോലും കൂടെ നിർത്താൻ ശേഷിയുള്ളവരുമായിരിക്കും. കീർത്തി നേടാൻ യോഗമുള്ളവരാണ് 10-ാം തീയതി ജനിച്ചവർ. 19-ാം തീയതി ജനിച്ചവർ സാധുക്കളെ പോലെ തോന്നുമെങ്കിലും ഏത് പ്രതിസന്ധിയിലും രഹസ്യം സൂക്ഷിക്കുന്നവരായിരിക്കും. ആരെയും ചതിക്കാൻ മടിക്കില്ല. സാധാരണ ആരെയും കടന്നാക്രമിക്കാൻ പോകാറില്ല. എന്നാൽ എതിരാളികൾ ഇവരെ ബുദ്ധിമുട്ടിച്ചാൽ ഇവരിൽ നിന്ന് ഭയാനകമായ തിരിച്ചടികൾ കിട്ടിയിരിക്കും. അടുത്തത് 28-ാം തീയതി ജനിച്ചവർ സൗന്ദര്യമുള്ളവരും ചുറ്റുമുള്ളവരെ മനസാ വാചാ കർമ്മണ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരുമായിരിക്കും. സംതൃപ്തമായ കുടുംബജീവിതത്തിന് യോഗമുള്ളവരാണിവർ. ആപത്തുകൾ ഇവരെ പിന്തുടർന്നേക്കാം. ഒന്നിനെയും പഴി പറയാതെ എല്ലാ പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടും. ന്യൂമറോളജി പ്രകാരം ഇവർ 28-ാം തീയതി മാത്രം ഒരു ശുഭകാര്യത്തിനും മുതിരരുത്. കാരണം ഇത് നിർഭാഗ്യവും പ്രതികൂല അനുഭവങ്ങളും സൃഷ്ടിക്കും. ജന്മസംഖ്യ 1 വരുന്നവർ എല്ലാ ശുഭകാര്യങ്ങളും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും. കൂടാതെ ഇവരുടെ ഭാഗ്യനിറം മഞ്ഞയാണ്. പ്രധാന ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഭാഗ്യം വരാൻ മഞ്ഞ പുഷ്യരാഗം, ഗോമേതകം തുടങ്ങിയ രത്നങ്ങൾ മോതിരം, വള, മാല, കമ്മൽ, മൂക്കുത്തി, ബ്രേസ്ലെറ്റ് എന്നീ ആഭരണങ്ങളായി ധരിക്കാവുന്നതാണ്. അടുത്തത് ഓരോ മാസങ്ങളിലും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ 2 ആയിരിക്കും. ഇവർ സൗമ്യശീലരും സ്വപ്നജീവികളുമാണ്. യാഥാർത്ഥ്യത്തെക്കാൾ സങ്കല്പങ്ങളിൽ വസിക്കാനാണ് ഇവർക്ക് താൽപ്പര്യം. എല്ലാവരെയും സഹായിക്കാൻ മനസ്ഥിതിയുള്ളവരാണ് ഇവർ. എന്നാൽ ഇവർക്ക് പ്രത്യുപകാരം ലഭിക്കില്ല. തീരെ മനഃശക്തിയില്ലാത്തവരാണ് ഇവർ. ഈ സ്വഭാവം മാറ്റാൻ സാധിച്ചാൽ ഇവർ ജീവിത വിജയം നേടും. എന്തും നല്ലതുപോലെ ചിന്തിച്ചു മാത്രമേ ചെയ്യുകയുള്ളൂ. അനീതിക്കെതിരെ പോരാടുന്ന ഇവർ ആദർശധീരരും
നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. ആത്മവിശ്വാസമില്ലായ്മയും അസ്ഥിര മനസ്സും ഇവരിലുണ്ടാകും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മുൻകോപം കാണിക്കുന്ന സ്വഭാവം ഒഴിവാക്കിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. രാഷ്ട്രീയം, സിനിമ, കല തുടങ്ങിയ രംഗങ്ങളിൽ ശോഭിക്കാൻ യോഗമുണ്ട്. പ്രിന്റിംഗ്, വസ്ത്രവ്യാപാരം, ആഭരണ വ്യവസായം എന്നീ മേഖലകളിലും ഭാവിയുണ്ടാവും. തടിച്ച ശരീരം ഇവരുടെ പ്രത്യേകതയായിരിക്കും. മാംസളമായ കുറുകിയ കഴുത്ത്, കനത്ത പുരികം, നീണ്ട കണ്ണുകൾ, ഉരുണ്ട മുഖം, ചുരുണ്ട തലമുടി എന്നിവ ഇവരിൽ മിക്കവരുടെയും ശരീരപ്രകൃതിയായിരിക്കും. പ്രമേഹം, നേത്രരോഗം, ഉദരരോഗങ്ങൾ ഇവ വരാതെ ശ്രദ്ധിക്കണം. തടിച്ച പ്രകൃതക്കാരായതിനാൽ ആഹാരം ക്രമീകരിച്ച് കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയില, മുരിങ്ങക്കായ, ചീര, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ധാരാളം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ചന്ദ്രപ്രീതി നേടിയാൽ ജീവിത വിജയം ഉണ്ടാകും. ഭാഗ്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ 2 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. 2 ജന്മസംഖ്യയായിട്ടുള്ള സ്ത്രീകൾ 1 ജന്മസംഖ്യയുള്ള പുരുഷനെയും 2 ജന്മസംഖ്യയായിട്ടുള്ള പുരുഷന്മാർ 7 ജന്മസംഖ്യ വരുന്ന സ്ത്രീയെയും വിവാഹം കഴിച്ചാൽ ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കും. 2-ാം തീയതി ജനിച്ചവർ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ളവരും രാഷ്ട്രീയ കാര്യങ്ങളിൽ തൽപരരും സമാധാനപ്രിയരുമായിരിക്കും. 11-ാം തീയതി ജനിച്ചവർ തികഞ്ഞ ദൈവാനുഗ്രഹമുള്ളവരായിരിക്കും. 20, 29 തീയതികളിൽ ജനിച്ചവർ ഈശ്വരപ്രീതിയുള്ളവരാകും. സ്വാർത്ഥ സ്വഭാവം വെടിഞ്ഞാൽ ഇവർ ജനപ്രിയരാകും. ജന്മസംഖ്യ 2 വരുന്നവർ ദേവീക്ഷേത്രത്തിൽ നിത്യവും പോവുക. ഞായർ, തിങ്കൾ, വെള്ളി ഇവർക്ക് നല്ല ദിവസങ്ങളാണ്. 2, 11, 20, 29 എന്നീ തീയതികളിൽ ഈ ദിവസങ്ങൾ ഒത്തുവന്നാൽ ആ ദിവസം ഇവർക്ക് വളരെ ഉത്തമമാണ്. ഇവർ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കരുത്. ഇവരുടെ ഭാഗ്യനിറം പച്ചയാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. മുത്ത്, ചന്ദ്രകാന്തം, ഇളം പച്ചക്കല്ലുകൾ എന്നിവ ആഭരണമായി ധരിക്കാം. ഇത് ഇവർക്ക് ഗുണകരമായി ഭവിക്കും. അടുത്തത് 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ 3 ആണ്. ഇവർ വളരെ അറിവുള്ളവരും പണ്ഡിതരുമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. ആദരവും പ്രശസ്തിയും കീർത്തിയും നേടാൻ യോഗമുണ്ട്. ആത്മവിശ്വാസമുള്ളവരും അച്ചടക്കവും വൃത്തിയുമുള്ളവരായിരിക്കും. പണം ചിലവഴിച്ച് ഉല്ലസിച്ച് ജീവിക്കുന്നവരാണിവർ. ശത്രുപക്ഷത്തുള്ളവരെ രൂക്ഷമായി വിമർശിക്കും. ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്. അറിവും ജ്ഞാനവും പകർന്നു നൽകാൻ താൽപ്പര്യപ്പെടുമെങ്കിലും സാമ്പത്തികമായി സഹായങ്ങൾ നൽകുന്നത് കുറവായിരിക്കും. തൊഴിലിൽ കേമന്മാരായിരിക്കും. സ്വന്തം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഇവർ തീരെ താൽപ്പര്യമില്ലാത്തവരാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും എല്ലാവരും അത് പിന്തുടരണമെന്നും അനുസരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണിവർ. സ്വാർത്ഥ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാവുകയും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ആത്മപ്രശംസ നടത്തുന്ന ഇവർ ആർത്തിയും ദുരാഗ്രഹവും നിറഞ്ഞവരായിരിക്കും. കാരുണ്യം, ദയ ഇവ ഒന്നുമില്ലാത്ത സ്വഭാവക്കാരായിരിക്കും. ധൂർത്തുള്ളതിനാൽ കടബാധ്യതയിലേക്കും നയിച്ചേക്കാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ചെറിയ സാധ്യതയുണ്ട്. മോശം കൂട്ടുകെട്ടുകളാൽ അപകീർത്തി സംഭവിക്കാനും ഇടയുണ്ട്. സ്ത്രീകൾക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കും. രാഷ്ട്രീയം, കല, വ്യവസായം, നിയമനിർമ്മാണം, മന്ത്രി എന്നീ നിലകളിൽ കീർത്തി കൈവരും. ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ തൊഴിൽ രംഗത്ത് എത്തിയാൽ ഇവർ ശോഭിക്കും. ഞരമ്പ് സംബന്ധമായ രോഗം, പ്രമേഹം, ത്വക്കുരോഗം ഇവ ബാധിക്കാൻ ഇടയുണ്ട്. ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ 3 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുക. മാതൃദുഃഖമോ പിതൃദുഃഖമോ ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കാൻ യോഗമുണ്ട്.
3-ാം തീയതി ജനിച്ചവർക്ക് മധ്യവയസ്സിന് ശേഷമേ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകൂ. അതും വളരെ നല്ല രീതിയിൽ വന്നു ഭവിക്കുകയും ചെയ്യും. 12-ാം തീയതി ജനിച്ചവർ കീർത്തിയും ആദരവും നേടും. 21-ാം തീയതി ജനിച്ചവർക്ക് സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ യോഗമുണ്ട്. നല്ല അറിവുണ്ടായിരിക്കും. സ്വാർത്ഥമതികളായ ഇവരുടെ നേട്ടത്തിനു പിന്നിലും ആ സ്വഭാവത്തിൻ്റെ സ്വാധീന ഫലമായിരിക്കും. 30-ാം തീയതി ജനിച്ചവർക്ക് കീർത്തിയും പ്രൗഢഗംഭീരമായ ജീവിതവും ലഭിക്കും. നിയമനിർമ്മാണ രംഗത്ത് എത്തിപ്പെടും. സ്ഥിരോത്സാഹികളും സത്യസന്ധരുമാണെങ്കിലും വക്രബുദ്ധിയുടെ സ്വാധീനമുണ്ടാകും. ജന്മസംഖ്യ 3 വരുന്നവർ മഹാവിഷ്ണുവിനെ നിത്യവും ഭജിക്കണം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർക്ക് ശുഭദിവസങ്ങളാണ്. നീല, ചുവപ്പ്, റോസ് എന്നിവയാണ് ഇവരുടെ ഭാഗ്യനിറങ്ങൾ. പുഷ്യരാഗം, നീലക്കല്ല്, വൈരം എന്നീ രത്നങ്ങൾ ആഭരണമായി ധരിക്കാം. നല്ല ആരോഗ്യവും ഗാംഭീര്യവുമുള്ള രൂപം, ദയാവായ്പോടുകൂടിയുള്ള നേത്രങ്ങൾ, പെട്ടെന്ന് വിയർക്കുക, നല്ല പുരികം, നല്ല പല്ലുകൾ എന്നിവ ഇവരുടെ ശാരീരിക പ്രത്യേകതകളാണ്. 3 ജന്മസംഖ്യയായിട്ടുള്ളവർ 9, 18, 27, 2, 11, 29, 20 എന്നീ തീയതികളിൽ ജനിച്ചവരെ, അതായത് 9, 2 എന്നീ സംഖ്യകൾ ജന്മസംഖ്യയായിട്ടുള്ളവരെ വിവാഹം കഴിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതവും സൽസന്താനങ്ങളും ഉണ്ടാകും. അടുത്തത് 4 ജന്മസംഖ്യ വരുന്നവർ, അതായത് ഓരോ മാസങ്ങളിലെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർ. ഇവർ ചുറ്റുമുള്ളവരോട് ധിക്കാരപൂർവം സംസാരിക്കുന്നവരായിരിക്കും. ഒന്നിനെയും പേടിക്കാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കും. സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കും. തെറ്റുകൾ സ്വയം ബോധ്യമായാൽ പശ്ചാത്തപിച്ച് അത് തിരുത്താൻ ശ്രമിക്കും. എല്ലാ കാര്യങ്ങളിലും വിമർശന സ്വഭാവം കാണിക്കും. എല്ലാവരും ബഹുമാനിക്കുന്നവരെ ഇവർ പുച്ഛിക്കും. കഴിവുള്ളവരെ അഭിനന്ദിക്കാൻ ഇവർക്ക് മടിയാണ്. സാധാരണക്കാരോട് വളരെ ദയയോടും സ്നേഹത്തോടെയും പെരുമാറും. ഇവർ വലിയ ദാനശീലരായിരിക്കും. എല്ലാവരെയും മിത്രമാക്കുന്നതിൽ വിമുഖത കാണിക്കും. ഉയർന്ന സ്ഥാനങ്ങൾ എത്തിയാൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഇവർ. നല്ല ഭക്ഷണപ്രേമികളാണ്. വട്ടമുഖവും കുഴിഞ്ഞ കണ്ണുകളും ഇവരിൽ ചില രാശിക്കാരുടെ ശാരീരിക പ്രത്യേകതകളാണ്. സന്യാസ ജീവിതം നയിക്കാൻ താൽപ്പര്യപ്പെടുന്നവരും അതിന് പരിശ്രമിക്കുന്നവരുമാണ് ഇവർ. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിസിനസ്, ഗവേഷണം, സാമ്പത്തികം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. ഈ ജന്മസംഖ്യക്കാർ 13, 22, 31, 40, 49, 59 എന്നീ വയസ്സുകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം. 4-ാം തീയതി ജനിച്ചവർ നല്ല ശാരീരിക ബലമുള്ളവരും മനോബലമുള്ളവരും വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കുന്നവരുമാണ്. പക്ഷേ പരാജയങ്ങളിൽ തളർന്നു പോകുന്നവരുമാണ്. 13-ാം തീയതി ജനിച്ചവർ വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണ്. പല സംഭവ വികാസങ്ങളിലൂടെയാകാം ഇവരുടെ ജീവിതം പോവുക. ഇവർക്ക് ജീവിതം എന്നത് ഒരു പോരാട്ടമായിരിക്കും. 22-ാം തീയതി ജനിച്ചവർക്ക് ജീവിതത്തിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിലും സമ്പൽ സമൃദ്ധി ഉണ്ടാകും. ഭാഗ്യം ഇവരെ തേടി വരും. 31-ാം തീയതി ജനിച്ചവർക്ക് നന്മ നിറഞ്ഞ ജീവിതം പ്രധാനമാകും. ഭാഗ്യസംബന്ധമായ കാര്യങ്ങളിൽ 4 എന്ന സംഖ്യക്ക് പ്രാധാന്യം നൽകുക. പ്രമേഹം, ഹൃദ്രോഗം, ബുദ്ധിമാന്ദ്യം, ദഹനക്കേട് തുടങ്ങിയവ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കമൊഴിഞ്ഞുള്ള ജോലികളും മസാല ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ജന്മസംഖ്യ 4 വരുന്നവർ രാഹുവിനെ പ്രീതിപ്പെടുത്തിയാൽ നല്ലതാണ്. ശനി, ഞായർ, തിങ്കൾ എന്നിവ ഇവരുടെ ഭാഗ്യദിവസങ്ങളാണ്. നീല, ഇളം നീല എന്നിവ ഭാഗ്യനിറങ്ങളാണ്. ഇളം നീലക്കല്ലുകൾ, ഗോമേതകം എന്നിവ ധരിക്കാം. ഇവർ 1, 19, 10, 28, 8,
17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരെ, അതായത് ജന്മസംഖ്യ 1ഉം 8ഉം വരുന്നവരെ വിവാഹം കഴിച്ചാൽ ജീവിതം നന്നായിരിക്കും. കൂടാതെ 6, 15, 24 എന്നീ സംഖ്യകളിൽ ജനിച്ചവരെ, അതായത് ജന്മസംഖ്യ 6 വരുന്നവരെ വിവാഹം കഴിച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അടുത്തത് ജന്മസംഖ്യ 5 വരുന്നവർ, അതായത് 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർ. ഇവർ വളരെ ജ്ഞാനമുള്ളവരായിരിക്കും. സൗന്ദര്യമുള്ളവരും വശീകരിക്കുന്ന കണ്ണുകളുള്ളവരുമായിരിക്കും. എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും ഉയർന്ന നിലയിലെത്താൻ യോഗമുണ്ട്. പൊതുജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരായിരിക്കും. കലാകാരന്മാർ, പൊതുപ്രവർത്തകർ, എഴുത്തുകാർ എന്നീ നിലകളിൽ ശോഭിക്കും. മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ്. അപകർഷതാബോധമുള്ളവരായിരിക്കും ഇവർ. ഇവർ ചഞ്ചലചിത്തരായിരിക്കും. അധ്വാനിക്കാതെ സമ്പാദിക്കാൻ സാമർഥ്യമുള്ളവരാണ്. അറിവും ബുദ്ധിയുമുള്ളവരാണെങ്കിലും അതുകൊണ്ടുള്ള ഉപകാരം മറ്റുള്ളവർക്കാണ്. ജോലിയില്ലെങ്കിൽ കൂടി ഇവർ പട്ടിണി കിടക്കില്ല. 14 വയസ്സുവരെ പല രോഗങ്ങളാൽ കഷ്ടപ്പെടും. വിശ്രമത്തിനും ഉറക്കത്തിനും പ്രാധാന്യം കൊടുക്കണം. ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, വിറയൽ, മയങ്ങി വീഴൽ, ശ്വാസകോശ രോഗം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കണം. പാൽ, പഴം, ഈന്തപ്പഴം, മുരിങ്ങക്ക, മുരിങ്ങയില, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രണയബന്ധം വിജയകരമായി തീരും. ഇവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായുള്ള വിവാഹം കഴിക്കാം. എന്നാൽ 5, 14, 23, 9, 18, 27 അതായത് 5, 9 എന്നീ ജന്മസംഖ്യകൾ വരുന്നവർ എന്നീ തീയതികളിൽ ജനിച്ചവരുമായി വിവാഹിതരായാൽ അത്യുത്തമമായിരിക്കും. ബുധൻ, വെള്ളി എന്നിവ ഭാഗ്യ ദിവസങ്ങളാണ്. 5 എന്ന സംഖ്യയുമായി ചേർന്നു വരുന്ന ദിവസങ്ങൾ കാര്യങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. 5-ാം തീയതി ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ഉണ്ടാകും. സ്ത്രീകൾക്ക് ഇവരിൽ താൽപ്പര്യമേറും. 14-ാം തീയതി ജനിച്ചവർ യാത്രകളെ പ്രണയിക്കുന്നവരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടും. കുടുംബസ്നേഹമുള്ള ഇവർ ഭാഗ്യകടാക്ഷമുള്ളവരാണ്. അടുത്തത് 23-ാം തീയതി ജനിച്ചവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും ജനപിന്തുണയും ഉണ്ടാകും. രാജകീയ ജീവിതം നയിക്കുന്നവരും ആദരവുകൾ ഏറ്റുവാങ്ങുന്നവരായിരിക്കും ഇവർ. ജന്മസംഖ്യയായി 5 വരുന്നവർ ബുധനെ പ്രീതിപ്പെടുത്തുക. 5 എന്നത് ബുധഗ്രഹത്തിൻ്റെ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ബുധഗ്രഹത്തെയും ശ്രീകൃഷ്ണനെയും നിത്യവും ഭജിക്കാം. ഇളം നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യനിറങ്ങളായി വരുന്നത്. വെള്ളക്കല്ല്, വൈരം, പ്ലാറ്റിനം എന്നിവ മോതിരമായി ധരിക്കാം. ബുധപ്രീതിക്കായി മരതകവും ധരിക്കാം. ഓരോ മാസവും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ 6 ആണ്. ഇവർ വളരെ ആകർഷണീയമായ സൗന്ദര്യത്താൽ അനുഗ്രഹീതരായിരിക്കും. ആരെ സ്വാധീനിച്ചും എന്തും നേടുന്ന പ്രകൃതക്കാരാണിവർ. നല്ല കലാകാരന്മാരായിരിക്കും. പരാജയവും അപമാനവും ഇവരെ തളർത്തില്ല. എപ്പോഴും വിജയപ്രതീക്ഷ ഇവരുടെ മനസ്സിലുണ്ടാകും. ഒരു കാര്യത്തിലും ക്ഷമ കാണിക്കുവാൻ ഇവർക്കാവില്ല. എന്തിനും പ്രത്യുപകാരം പ്രതീക്ഷിച്ചായിരിക്കും സഹായിക്കുക. എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്ന ഇവർ ഉപകാരസ്മരണയുള്ളവരാണ്. ഇവരെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഇവരും സ്നേഹിക്കുകയുള്ളൂ. നാടകത്തിലും സിനിമാ രംഗത്തും ശോഭിക്കാൻ ഇവർക്കാകും. ആഭരണ മേഖലകളിലും കഴിവ് തെളിയിക്കും. ഉദ്യോഗ മേഖലകളിലും മികച്ചയാളായി വളരും. ശ്രൈണ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കും. ഇവർ തൻ്റെടമുള്ളവരും ചുറുചുറുക്കുള്ളവരും ഉയർച്ചകളിലേക്ക് എത്തുന്നവരുമായിരിക്കും. ആകർഷകമായ മുഖവും മൂക്കും നല്ല പല്ലുകളും മാംസളമായ കവിളും സമൃദ്ധമായ മുടിയും ആരോഗ്യമുള്ള ശരീരവും നല്ല പൊക്കവും ഉണ്ടാകും. വാർദ്ധക്യത്തിലും ഇവരുടെ സൗന്ദര്യം അതുപോലെ നിലനിൽക്കും.
ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ശ്വാസകോശരോഗം എന്നിവയിൽ നിന്ന് ജാഗ്രത പാലിക്കുക. വ്യായാമം പതിവാക്കുക. ആപ്പിൾ, ബദാം, തുളസി, നെല്ലിക്ക എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. 6, 15, 24, 42, 51, 60 എന്നീ പ്രായത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 6-ാം തീയതി ജനിച്ചവർ ആഡംബരം ആഗ്രഹിക്കുന്നവരും കലാവാസനയുള്ളവരും ശ്രൈണ സൗന്ദര്യമുള്ളവരും സൽസ്വഭാവികളും മറ്റുള്ളവരെ എങ്ങനെയും സ്വാധീനിച്ച് കാര്യം സാധിക്കുന്നവരുമായിരിക്കും. 15-ാം തീയതിയിൽ ജനിച്ചവർ ഫലിതപ്രിയരും പ്രാസംഗികരും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരും സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരും നല്ല ദാമ്പത്യ ജീവിതമുള്ളവരുമായിരിക്കും. 24-ാം തീയതി ജനിച്ചവർ നല്ല ക്ഷമയുള്ളവരും വിനയമുള്ളവരും ഭയമുള്ളവരും ഉന്നത പദവിയിലെത്തുന്നവരും നല്ല ദാമ്പത്യം നയിക്കുന്നവരുമായിരിക്കും. ജന്മസംഖ്യ 6 വരുന്നവർ ശുക്രനെ പ്രീതിപ്പെടുത്തുക. ചൊവ്വ, വെള്ളി, വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് നല്ലതാണ്. വജ്രവും മരതക പച്ചരത്നങ്ങളും ആഭരണമായി ധരിക്കാം. 6 ജന്മസംഖ്യയായി വരുന്നവർ 6, 15, 24, 1, 10, 19, 28, 4, 13, 22, 31, 9, 18, 27 അതായത് 1, 4, 6, 9 ജന്മസംഖ്യയായി വരുന്നവരുമായി വിവാഹം കഴിക്കുന്നത് ഉത്തമമാണ്. അടുത്തത് മാസത്തിൽ 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ 7 എളിമ നിറഞ്ഞ ജീവിതമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇവർ ശുദ്ധഹൃദയരും വിശ്വസ്തരുമായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളിലും ഈശ്വരാരാധനയിലും മന്ത്രസാധനകളിലും മതാചാരങ്ങളിലും താൽപ്പര്യമുള്ളവരായിരിക്കും. ഐശ്വര്യമുള്ള മുഖമുള്ളവരും നല്ല ഭംഗിയുള്ള മൂക്കും ആവശ്യത്തിന് പൊക്കവുമുള്ളവരുമായിരിക്കും. ആരെയും മുഷിപ്പിക്കാത്തവരും എല്ലാവരെയും രസിപ്പിക്കുന്നവരുമായിരിക്കും. നല്ല മനോബലമുള്ളവരും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമാണ്. ക്രോധം ഇവർക്ക് കൂടുതലാണ്. നല്ല കലാ അഭിരുചിയുള്ളവരായിരിക്കും. ചെറുപ്പത്തിൽ ദാരിദ്ര്യ ദുഃഖം അറിഞ്ഞവരാകും. രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ ശോഭിക്കാനാകും. ചലച്ചിത്രമേഖല, അഭിനയം, സാഹിത്യം, ചിത്രം വര, സഞ്ചാരമേഖല, മെഡിക്കൽ രംഗം, മദ്യവ്യവസായം, ഔഷധ നിർമ്മാണം, ഉയർന്ന ഉദ്യോഗം എന്നീ നിലകളിൽ ശോഭിക്കും. അപകടങ്ങളിൽ മുറിവ്, ഒടിവ്, ചതവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. 7, 16, 25 എന്നീ തീയതികളിൽ ഭാഗ്യം നൽകുന്ന തീയതികളാണ്. ഭാഗ്യം പരീക്ഷിക്കാൻ 7മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. പഴവർഗ്ഗങ്ങൾ, ചീര, ഉള്ളി, വെള്ളരി, ക്യാബേജ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. 7-ാം തീയതി ജനിച്ചവർ രസികരും ദൈവവിശ്വാസികളും നിഷ്കളങ്കരും സഞ്ചാരപ്രേമികളും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും. 16-ാം തീയതി ജനിച്ചവർ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ളവരും മനസ്സിലുള്ളത് പുറത്തു വെളിപ്പെടുത്താത്തവരും ആയിരിക്കും. ഇവർക്ക് പാരമ്പര്യ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ട്. അഭിനയം, സംഗീതം എന്നീ നിലകളിൽ പ്രശസ്തി നേടിയേക്കാം. വിവാഹം വളരെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ്. അടുത്തത് 25-ാം തീയതി. 25-ാം തീയതി ജനിച്ചവർ മതത്തിനും കുടുംബത്തിനും സന്താനങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും ചുറ്റുമുള്ളവരെ സഹായിക്കുന്നവരും വെല്ലുവിളികൾ ധൈര്യപൂർവം ഏറ്റെടുക്കുന്നവരുമായിരിക്കും. ജന്മസംഖ്യ 7 വരുന്നവർ കേതുവിനെ പ്രീതിപ്പെടുത്തണം. ചൊവ്വാഴ്ചകളിൽ ഗണപതിക്ക് പുഷ്പാഞ്ജലി നടത്തിയാൽ വിഘ്നങ്ങൾ അകന്നു നിൽക്കും. മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ഗണപതി ഹോമവും നടത്താം. പച്ച, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങൾ ഇവരുടെ ഭാഗ്യനിറങ്ങളാണ്. ഭാഗ്യരത്നങ്ങളായ ഗോമേതകം, മുത്ത്, ചന്ദ്രകാന്തം, വൈഡൂര്യം എന്നിവ ആഭരണമായി ധരിക്കാം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും
ഗുണഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളാണ്. 2, 11, 20, 29, 1, 10, 19, 28 എന്നീ തീയതികളിലെ ബലവും ഇവർക്ക് അനുകൂലമാണ്. 7 ജന്മസംഖ്യയായി വരുന്നവർക്ക് ആഗ്രഹിക്കുന്നത് പോലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സന്താനയോഗത്തിനും തടസ്സങ്ങളുണ്ട്. ഇതിന് പരിഹാരം 7 ജന്മസംഖ്യയായുള്ളവർ 1, 10, 19, 28, 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരെ വിവാഹം ചെയ്യുന്നതാണ്. 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ജന്മസംഖ്യ 8ന്റെ ഉടമകളാണ്. ബുദ്ധിയും മനസ്സും സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അളന്നു തൂക്കിയുള്ള സംസാര ശൈലിയും ജോലിയിൽ മുഴുകാൻ ഇഷ്ടമുള്ളവരുമായിരിക്കും ഇവർ. ജീവിതത്തിൽ തികഞ്ഞ അച്ചടക്കം പുലർത്തുന്ന ഇവർക്ക് ഏകാന്തതയും സംഗീതവും ഒരുപോലെ പ്രിയമായിരിക്കും. സർഗാത്മകത പുലർത്തുന്നവരും ഭാവിയെക്കുറിച്ച് പദ്ധതികൾ ഉള്ളവരുമായിരിക്കും ഇവർ. പലപ്പോഴും യാഥാസ്ഥിതിക നിലപാട് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ കാലതാമസം വരാം. മറ്റുള്ളവരിൽ വിശ്വാസം കുറവുള്ള ഇവരിൽ ചിലർക്ക് വിവാഹ ജീവിതത്തോട് താൽപ്പര്യം കുറവായിരിക്കും. വിവാഹം അല്പം താമസിക്കാനും ഇടയുണ്ട്. സ്വന്തം കഴിവിൽ 100% വിശ്വാസം പുലർത്തുന്ന ഇവർ ഏറ്റെടുക്കുന്ന ജോലിയിൽ മികവ് പ്രകടിപ്പിക്കും. 8ാം നമ്പർ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ഏതു കാര്യത്തിലും ഉറച്ച നിലപാടുണ്ടായിരിക്കും. പെട്ടെന്ന് വികാരവിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടുന്നവരാകില്ല. അല്പം കർക്കശക്കാരിയാകാനും മടിയുണ്ടാകില്ല. ഇവർ കഠിനഹൃദയരായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ആർദ്രഹൃദയമുള്ളവരും ആരെയും സഹായിക്കുവാൻ സന്നദ്ധരുമായിരിക്കും. എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാൻ സാധിച്ചെന്നു വരില്ല. സംഗീതം ഇഷ്ടപ്പെടുമെങ്കിലും ശോകസംഗീതത്തോടായിരിക്കും ഇവർക്ക് കൂടുതൽ താൽപ്പര്യം. ഇവർ സ്വന്തം ഭാവിയെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും. ഏതു കാര്യത്തിലും വളരെ ആലോചിച്ചു മാത്രമേ ഇവർ തീരുമാനമെടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇവർ വിജയിക്കാറുമുണ്ട്. ജീവിതത്തിൽ അല്പം വൈകി മാത്രമേ സാമ്പത്തിക ഭദ്രത നേടാനാകൂ. ഇവർ നന്നായി അധ്വാനിച്ച് ധാരാളം പണം സമ്പാദിക്കും. എന്നാൽ പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. 8, 17, 26, 4, 13, 22, 31 എന്നീ തീയതികൾ 8ാം നമ്പർ വിഭാഗക്കാർക്ക് അനുകൂലമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ പേരിൻ്റെ കൂടെ FR എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്നത് ഉത്തമമാണ്. 8, 17, 26 എന്നീ ശനിയുടെ സംഖ്യകളിൽ ജനിച്ചവർ ഇടവം, മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം എന്നീ രാശികൾ ലഗ്നമായി ജനിച്ചാൽ ഇവർക്ക് ഇന്ദ്രനീലം, വൈഡൂര്യം, കറുത്ത രത്നങ്ങൾ എന്നിവ ഗുണം നൽകും. 8 നമ്പറുകാർക്ക് ശനിയാഴ്ചയും ശനിയുടെ നക്ഷത്രങ്ങളായ ഉത്രട്ടാതി, പൂയം, അനിഴം എന്നിവയും നല്ലതാണ്. അതിശക്തമായ ദിവ്യത്വമുള്ള ജന്മസംഖ്യയാണ് 17. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായ 8 കോണുകളുള്ള ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ് 17. ശുക്രനക്ഷത്രമായി അറിയപ്പെടുന്നു. 17ാം നമ്പറിൽ ജനിച്ചവർ ബാല്യത്തിലും യൗവനത്തിലും ജീവിത പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നേറി മധ്യവയസ്സിൽ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കും. ശേഷം ആത്മീയ കാര്യങ്ങളിൽ തിളങ്ങും. അടുത്തത് ജന്മസംഖ്യ 9, 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ 9 ഇവരുടെ ജീവിതം മുഴുവനും സമരതുല്യമായിരിക്കും. അതായത് പോരാട്ടത്തിലായിരിക്കും. അവഗണിക്കുക എന്നത് ഇവർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാര്യങ്ങൾ ഇവർക്ക് അത്ര ശോഭനമായിരിക്കില്ല. ചില ആപത്ഘട്ടങ്ങളിൽ ഇവർക്ക് സ്വയം ചില തോന്നലുകൾ ഉണ്ടാകും. പലപ്പോഴും
മാനസികമായ പോരാട്ടം നടത്തേണ്ടി വരും. ഉപദേശിക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല. യഥാർത്ഥ സ്നേഹത്തിനു മുന്നിൽ ഇവർ കീഴടങ്ങും. പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല. നല്ല മനോബലമുള്ളവരായിരിക്കും. നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ സാധിക്കും. ചുറ്റുമുള്ളവരെ സഹായിക്കുവാൻ മനസ്ഥിതി ഉള്ളവരായിരിക്കും. ഗവേഷണം, മെഡിക്കൽ, ഉയർന്ന സൈന്യം, അധ്യാപനം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, നിയമപാലനം, അഡ്വക്കേറ്റ് എന്നീ നിലകളിൽ ശോഭിക്കും. ഏതു മേഖലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാലും ഇവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും. ആയോധന കലകൾ, സംഗീതം, നൃത്തം തുടങ്ങിയവയിലും അഭിരുചി ഉണ്ടാകും. ഉയർന്ന വിദ്യാഭ്യാസം നേടും. നീളം കൂടിയ മൂക്കുള്ളവരും വേഗത്തിൽ നടക്കുന്നവരും ഉഷ്ണശരീരവും ഇവരുടെ പ്രത്യേകതകളായിരിക്കും. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം. ഏപ്രിൽ, മെയ്, ഒക്ടോബർ മാസങ്ങളും 9, 18, 27, 36, 45, 63, 72, 81, 90 എന്നീ പ്രായത്തിലും ജാഗ്രത കാണിക്കണം. ശരീരത്തിൽ മുഴുവൻ നല്ലെണ്ണ തേച്ച് കുളിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ്. 9-ാം തീയതി ജനിച്ചവർക്ക് ഏത് എതിർപ്പും തടസ്സവും അതിജീവിക്കാനുള്ള ശേഷിയും വിവേകവും ലക്ഷ്യബോധവും ഉണ്ടാകും. 18-ാം തീയതി ജനിച്ചവർ നിർബന്ധ ബുദ്ധിയുള്ളവരും ക്ഷിപ്രകോപികളും ചുറ്റുമുള്ളവരുടെ വെറുപ്പും ശത്രുതയും നേടാൻ സാധ്യതയുള്ളവരുമാണ്. എന്നാൽ ഈ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചാൽ ഗുണകരമായ കാര്യങ്ങൾ വന്നുഭവിക്കും. ഇവരുടെ പ്രണയബന്ധങ്ങൾ പരാജയമായിരിക്കും. 27-ാം തീയതി ജനിച്ചവർ ശാന്തശീലരും വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും വിജയത്തിനായി തീവ്രമായി ആഗ്രഹിക്കുന്നവരും ചുറ്റുമുള്ളവരെ ഉപദേശിക്കുന്നവരുമായിരിക്കും. ജന്മസംഖ്യ 9 വരുന്നവർ കുജനെ പ്രീതിപ്പെടുത്തണം. ഇവർക്ക് നീലയും കടും ചുവപ്പും ഭാഗ്യനിറമാണ്. രത്നങ്ങളിൽ പവിഴം ധരിച്ചാൽ ദീർഘായുസ് പ്രദാനമാകും. പച്ചക്കല്ലുകൾ ധരിച്ചാൽ ഭാഗ്യമുണ്ടാകും. ഇവരുടെ പേരിൻ്റെ ആദ്യാക്ഷരം A, I, J, R, Y എന്നിവ വന്നാൽ ഉത്തമമാണ്. എത്ര ഭാഗ്യമുള്ള പേരാണെങ്കിലും ഊകാരത്തിൽ അവസാനിക്കുന്ന പേരുകൾ നല്ലതല്ല.